കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫയർ എസ്കേപ്പ് സ്റ്റെയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഡ്രോയിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഡ്രോയിങ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെയർ മെട്രിക്സ് പോയി കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വരുന്നത് ഫയർ എസ്കേപ്പ് സ്റ്റെയർസ് കേബിൻ. അതിൽ ഫയർ സ്റ്റെയർ 1 വന്നിട്ട് ഫയർ സ്റ്റെയർ 1 കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഫയർ സ്റ്റെയർ കേബിനിൽ ഫയർ സ്റ്റെയർ 2, അതായത് വലിയൊരു ബിൽഡിങ്ങോ വലിയൊരു മാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഫയർ സ്റ്റെയർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിനാണ് ഇവർ ഒരു 2 ഫയർ സ്റ്റെയറിൻ്റെ കേസ് ഇവിടെ പറയുന്നത്. അടുത്തത് ഫയർ എസ്കേപ്പ് സ്റ്റെയർ 1 ലാൻഡിങ്. സ്റ്റെയർ 1 ലാൻഡിങ് ഉണ്ട്, അതുപോലെ സ്റ്റെയർ 2 ലാൻഡിങ്ങും 2 ലാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫയർ എസ്കേപ്പ് സ്റ്റെയർ 1 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്റ്റെയർ 2 സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കേസിൽ സ്പൈറൽ സ്റ്റെയർ ആസ് ഫയർ എസ്കേപ്പ് സ്റ്റെയർ, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് ഫ്ലോർ ഹൈറ്റ്സ് അറ്റ് റെസ്പെക്റ്റീവ് സ്റ്റെയർ കേസ്, അതായത് ഫ്ലോർ ഹൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് വരുന്നത് ഒരു സ്റ്റെയർ കേബിൻ നമ്മൾ ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്റ്റെയർ കേബിൻ ഓക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മളിവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെയർ കേബിൻ, അതായത് ബ്ലോക്ക് 1 ഫ്ലോർ 0 ഫയർ സ്റ്റെയർ 1. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലെയർ മെട്രിക്സ് പോയിട്ട് സ്റ്റെയർ കേബിൻ്റെ കേസിൽ ബ്ലോക്ക് 1 ഫ്ലോർ 0 മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം, അതായത് MA അടിച്ച് എൻ്റർ അടിച്ചിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ഫ്ലോർ 0 ഫയർ സ്റ്റെയർ 1 ആയി. അടുത്ത കേസ് ലെയർ മെട്രിക്സ് എടുക്കാം. അടുത്ത ലാൻഡിങ് ആണ്, ഫയർ സ്റ്റെയർ 1 ലാൻഡിങ്. അപ്പോൾ ലാൻഡിങ് നമ്മൾ അവിടെ ആദ്യം മാർക്ക് ചെയ്യണം. എന്നിട്ട് ഫ്ലോർ 0 വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാൻഡിങ്ങിൻ്റെ കേസിൽ അപ്പോൾ ഇതിനെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റെയർ കേബിനെ ഒന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ലാൻഡിങ്ങിൻ്റെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒരു പോളിക്കൻ മാർക്ക് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ലെയർ മെട്രിക്സിൽ പോയിട്ട് ലാൻഡിങ്ങിൻ്റെ കേസിൽ ഫയർ സ്റ്റെയർ 1 ലാൻഡിങ്ങിൽ ഫ്ലോർ 0 വന്നിട്ട് MA അടിച്ച് എൻ്റർ അടിച്ചിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ഫ്ലോർ 0 1 ലാൻഡിങ് എന്നായി. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേബിൻ മാർക്ക് ചെയ്തു, ഉള്ളിലായിട്ടാണ് നമ്മൾ സ്റ്റെയർ കേബിൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലാൻഡിങ്ങും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് ഹൈഡൊന്ന് മാറ്റി കൊടുക്കാം സ്റ്റെയർ കേബിൻ്റെ ഉണ്ടോ. അപ്പോൾ സ്റ്റെയർ കേബിനും കിട്ടി, നമുക്ക് ലാൻഡിങ്ങുമായി. അടുത്തത് വേണ്ടത് സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലാൻഡിങ്ങിൻ്റെ വീതി എന്ന് പറയുന്നത്, അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.20 മീറ്ററാണ്, 1.20 മീറ്ററാണ്. അതുപോലെ സ്റ്റെപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് 1.20 മിനിമം ആയിരിക്കണം. പിന്നെ അതുപോലെ ഇതിൻ്റെ റൈസറും ട്രെഡ് എന്ന് പറയുന്നത് 0.15 സെൻറ്റിമീറ്ററും 0.30 സെൻറ്റിമീറ്ററും ആയിരിക്കണം അതിൻ്റെ ട്രെഡും റൈസറും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ലെയർ മെട്രിക്സ് പോവാം. ലെയർ മെട്രിക്സ് പോയിട്ട് നമ്മളെ സ്റ്റെപ്പ് 1 എടുക്കുക. സ്റ്റെയർ 1 സ്റ്റെപ്പ് 1 നമ്മൾ ബ്ലോക്ക് 1 അതിൽ ഫ്ലോർ 0. അപ്പോൾ ഇതിൽ മാച്ച് പ്രോപ്പർട്ടി എടുക്കാം. MA അടിച്ച് എൻ്റർ അടിച്ച് മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ഒരു പോളിഗൺ ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബ്ലോക്ക് 1 ഫ്ലോർ 0 സ്റ്റെയർ 1 സ്റ്റെപ്പ് എന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് അങ്ങനെ എല്ലാത്തിനും അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ കളർ കോഡ് ഉണ്ട്. സെക്കൻഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ഫ്ലോർ 0 സ്റ്റെയർ 1 സ്റ്റെപ്പിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മളെ ലെയർ മെട്രിക്സ് പോയി കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ റെഡും ആയിരിക്കും, ഇവിടെ യെല്ലോ ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ കളർ കോഡ് ഉണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ഫ്ലൈറ്റ് ഹൈറ്റ് ആണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫ്ലൈറ്റ് ഹൈറ്റ് ഇതിന്ന് കോപ്പി എടുത്തതിന് ശേഷം നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു കാര്യം പറയാം, ഇതിന് ഒന്ന് കളർ കോഡ് ഒന്ന് മാറ്റി കൊടുക്കുക. ഉണ്ടോ, യെല്ലോ ആയിരിക്കണം. അപ്പോൾ ഇത് മൊത്തത്തിൽ യെല്ലോ ആയിരിക്കണം. അതുപോലെ ഫ്ലൈറ്റ് ഹൈറ്റ് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഉണ്ടോ 3.15 മീറ്ററാണ്. അപ്പോൾ അത് അതിൻ്റെ സെക്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉണ്ടോ, ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് നമ്മൾ ടോപ്പ് ലെവൽ വരെ 3.15 ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് EDCR റിപ്പോർട്ടിൽ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ
രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ചിട്ട് അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നോട് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡ്രോയിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഫീസ് നിരക്കിൽ അത് ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.